All right. Hello. So, ഞാനൊരു B2 സ്റ്റുഡൻ്റാണ്. എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് A1 തൊട്ട് B2 വരെ നെറ്റ്വർക്കിൻ്റെ ബുക്ക് റെഫർ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ലൈവ് സ്ട്രീം ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഒരുമിച്ചിരുന്ന് പഠിക്കാം എന്നുള്ളതാണ് ഒരു ഇനിഷ്യൽ ഐഡിയ. സോ ഐ ഹോപ്പ് ദിസ് ഇസ് യൂസ്ഫുൾ. ഞാൻ ഫ്രം സ്ക്രാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ദർ വിൽ ബി മിസ്റ്റേക്സ്. ഞാൻ നിങ്ങളുടെ പോലെ സ്റ്റുഡൻ്റാണ്. പക്ഷേ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു ലുക്ക് അറ്റ് സം വൺ, ടു ലേൺ വിത്ത് സം വൺ, ഇറ്റ്സ് എ ഗുഡ് ചോയ്സ്. അത് മാത്രമല്ല, ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് ജർമ്മൻ ഓൺലൈനായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും, അല്ലെങ്കിൽ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ട് A1 ഒക്കെ റിവൈസ് ചെയ്യാനായിട്ട് ബുക്ക് റെഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇറ്റ്സ് എ ഗുഡ് ചോയ്സ്. I think 90% of the institute in കേരള എല്ലായിടത്തും നെറ്റ്വർക്ക് ബുക്ക് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. സോ എനിക്കറിയില്ല ഇഫ് ദിസ് ഇസ് ഹെൽപ്ഫുൾ ഓർ നോട്ട്, പക്ഷേ ഹോപ്പ്ഫുള്ളി ഇറ്റ് ഈസ്. ആൻഡ് ഇഫ് നോട്ട്, അറ്റ്ലീസ്റ്റ് ഇറ്റ് ഈസ് എ മോട്ടിവേഷൻ ഫോർ മീ ടു സ്റ്റഡി ഡെയിലി. എല്ലാ ദിവസവും ഇതൊരു റീസണായിട്ട് എടുത്ത് ഒരു ചാപ്റ്ററെങ്കിലും കവർ ചെയ്ത് റിവൈസ് ചെയ്ത് B2 എക്സാമിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള മോട്ടീവ്. ഇഫ് എവറിത്തിങ് ഗോസ് വെൽ, ഐ വിൽ ഫിഗർ ഔട്ട് ഇതെങ്ങനെയാണ് എന്നും ഐ വിൽ ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ദ വീഡിയോസ്. ഓക്കെ, ഓൾ റൈറ്റ്. നെറ്റ്വർക്ക് A1 കൂടുതലായിട്ടും കവർ ചെയ്യുന്നത് വൊക്കാബുകളാണ്. ഗ്രാമറിനേക്കാളും കൂടുതൽ ലാംഗ്വേജ് ഒന്ന് ഫെമിലിയർ ആവുക, ഈ ഭാഷ എന്താണെന്നുള്ളൊരു ഇനീഷ്യൽ ഐഡിയ കിട്ടുക, ഒത്തിരി ജർമ്മൻ വാക്കുകൾ ബൈഹാർട്ട് പഠിക്കുക എന്നുള്ളതാണ് A1 കൊണ്ട് ഞാൻ മനസ്സിലാക്കിയൊരു ഐഡിയ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ A1 പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വിൽ ബി വെരി ഓവർവെൽമിങ്. ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒത്തിരി പഠിക്കാനുള്ള പോലെയും ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നും ചിലപ്പോൾ. ഫോർ സം പീപ്പിൾ ഇറ്റ്സ് വെരി ഈസി. പക്ഷേ ചിലർക്ക് പുതിയൊരു ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആരും അങ്ങനെ ആൻഷ്യസ് ആവേണ്ട ആവശ്യമില്ല. മാക്സിമം ബൈഹാർട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും വാക്കുകൾ ജർമ്മനിൽ എങ്ങനെയാണ് എന്നുള്ളത് പഠിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഗ്രാമർ അധികം ഇല്ല. സോ ബൈഹാർട്ട് പഠിക്കുക. ഒരു പുതിയ ഭാഷ ഇതെങ്ങനെയാണ് സംസാരിക്കണേ, ഇതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ എന്താണ്, ഇതെങ്ങനെയാണ് കേൾക്കാൻ, എങ്ങനെയാണ് ഇത് എഴുതാൻ, ഇതിൻ്റെ ലെറ്റേഴ്സ് എങ്ങനെയാണ് എന്നൊക്കെയുള്ളൊരു ഇനിഷ്യൽ ഐഡിയ മാത്രമേ നമുക്ക് A1 ആവശ്യമുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ ഗുട്ടൻ ടാഗ്. ഈ ചാപ്റ്ററിൽ അധികമൊന്നുമില്ല, ജസ്റ്റ് ഗ്രീറ്റിങ്സ് ഒക്കെയാണ്. ഓൾ റൈറ്റ്. ഗുട്ടൻ ടാഗ് നമ്മൾ ഇംഗ്ലീഷിൽ ഗുഡ് ഡേ എന്ന് പറയില്ലേ, അതാണ് ഗുട്ടൻ ടാഗ്. ഗുട്ടൻ എന്ന് പറഞ്ഞാൽ ഗുഡ്, ഗുട്ടൻ എന്ന് പറഞ്ഞാൽ ഗുഡ് എന്നാണ്. ടാഗ് എന്ന് വെച്ചാൽ ഡേ. ഇപ്പോൾ ഗുട്ടൻ ടാഗ്, ഗുഡ് ഡേ. ഫസ്റ്റ് പേജിൽ ഈ കാണുന്ന പിക്ചേഴ്സ് ഓരോ ലാംഗ്വേജിൽ എങ്ങനെയാണ്, ജാപ്പനീസിൽ എങ്ങനെയാണ്, ടർക്കിഷിൽ എങ്ങനെയാണ്, ഫ്രാൻസോസിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഞ്ച് ലാംഗ്വേജിൽ എങ്ങനെയാണ് എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത്. ഇതിലധികം യൂസ്ഫുൾ ആയിട്ടൊന്നുമില്ല. ഓൾ വി ക്യാൻ ഡു ഇസ് ജർമ്മൻ എങ്ങനെയാണ് പറയുന്നത് ഈ ഭാഷകളെന്ന് പഠിക്കാം. ജാപ്പനീസിന് ജാപ്പാനീഷ്, ടർക്കിഷിന് ട്യൂർക്കിഷ്. ഈ ഊന്നു ഇത് ഈ രണ്ട് ഡോട്ട് കണ്ട ഇതിനെ ഉംലൗട്ട് എന്നാണ് പറയുന്നത്. ഉംലൗട്ടിന് ട്യൂ യു എന്നൊരു സൗണ്ടാണ് വരുന്നത്. അതുകൊണ്ട് ഇറ്റ്സ് ട്യൂർക്കിഷ്. പ്രൊനൗൺസിയേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ജർമ്മനിൽ.
അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് അത്ര ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഡീപ്പെൽ അല്ലെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്ററോ ഏതെങ്കിലും ഒരു ജർമ്മൻ ട്രാൻസ്ലേറ്റിംഗ് ആപ്പ് യൂസ് ചെയ്ത് ഈ വാക്ക് അതിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് അതിനകത്ത് അവരെങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇനീഷ്യൽ സ്റ്റേജിൽ A1-ലൊക്കെ ഈ ഡുവോലിംഗോയും ബാക്കി ആപ്പുകളൊക്കെ യൂസ്ഫുൾ ആണ്. പിന്നെ അങ്ങോട്ട് ഇറ്റ്സ് നോട്ട് യൂസ്ഫുൾ. കാരണം ഈ ഒരു ആപ്പുകളും 100% ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒത്തിരി മിസ്റ്റേക്സ് ഉണ്ട്. ഇറ്റ്സ് ബെറ്റർ ടു സീക്ക് എ ഹെൽപ്പ് ഓഫ് എ പ്രൊഫഷണൽ. ജർമ്മൻ അറിയാവുന്ന, ജർമ്മൻ നന്നായിട്ട് സംസാരിക്കാനും പ്രൊണൗൺസിയേഷനും ബാക്കി കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്ന നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ടീച്ചറിൻ്റെ അടുത്ത് തന്നെ ജർമ്മൻ പഠിക്കുന്നതാണ് ഏറ്റവും പ്രാക്ടിക്കലി പെട്ടെന്ന് എക്സാമിന് ക്രാക്ക് ചെയ്യാനായിട്ടും കുറച്ചുകൂടെ ബെറ്ററായിട്ട് ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പഠിക്കാനും നമുക്ക് നല്ലത്. ഓൺലൈൻ ഇതുപോലത്തെ സോഴ്സസും ഇതുപോലത്തെ വീഡിയോസും അല്ലെങ്കിൽ ഓൺലൈനിൽ കിട്ടുന്ന കുറേ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നമുക്ക് റിവൈസ് ചെയ്യാനും നമ്മൾ പഠിച്ചു ഒന്നുകൂടെ ബ്രഷപ്പ് ചെയ്യാനും യൂസ്ഫുൾ ആണെന്നുള്ളൂ. ഇതിൽ മാത്രം 100% ഡിപ്പെൻഡ് ചെയ്യുന്നത് നല്ലതല്ല. ഓക്കെ, റഷ്യൻ എന്താ പറയണേ? റൂസിഷ്. ഓക്കെ, ഉങ്കാരിഷ്, ഇംഗ്ലീഷ് അല്ല എ പ്രൊനൗൺസിയേഷൻ, ഇംഗ്ലീഷ്, ബുൾഗാരിയൻ ലാംഗ്വേജ്, സ്പാനിഷ് ആണ്, ഇറ്റാലിയനിഷ്. ഓൾറൈറ്റ്, സോ ഇത് കുറച്ച് ജർമ്മൻ വാക്കുകളാണ്. യു മൈറ്റ് ബി വണ്ടറിങ് എന്താണ് ഈ ദർ, ദസ്, ദി എന്നൊക്കെ. ഇതൊന്നുമില്ല, നമ്മുടെ ഇംഗ്ലീഷിലെ ദ ഫോമില്ലേ, ദ, അത് ജർമ്മനിൽ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചും ഓരോ ജെൻഡർ അനുസരിച്ചും മാറിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, ആണാണെങ്കിൽ മാസ്കുലിൻ അല്ലേ, മാസ്കുലിൻ. ആണാണെങ്കിൽ ദർ, ഫെമിനിൻ. പെണ്ണാണെങ്കിൽ ദി. ന്യൂട്രൽ ആണെങ്കിൽ അല്ലെങ്കിൽ നോയിട്രൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുമല്ല ആണുമല്ല, ന്യൂട്രൽ ആണെങ്കിൽ ദസ്. പ്ലൂറലാണെങ്കിൽ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ദി. ആണാണെങ്കിൽ ദർ, പെണ്ണാണെങ്കിൽ ദി, ന്യൂട്രലാണെങ്കിൽ ദസ്, പ്ലൂറലാണെങ്കിൽ ദി. ദർ, ദി, ദസ്, ദി. ഇതിൻ്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മൻ. നമ്മൾ പറയില്ലേ ദ മാൻ എന്ന് ഇംഗ്ലീഷിൽ പറയില്ലേ, അത് ജർമ്മനിൽ എങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ ദർ മൻ ഇങ്ങനെയാണ് എഴുതുന്നത്. ഇനി ദ വുമൺ, വുമൺ ഒരു പെണ്ണാണ്, അപ്പോൾ ദ ഫോം ദർ വുമൺ, അത് നമ്മൾ എഴുതുന്ന ദി ഫ്രൗ. ഓക്കെ, ഇനി ന്യൂട്രൽ ആയിട്ടൊരു സാധനം ബുക്ക്. ബുക്ക് ഒരു ന്യൂട്രൽ വാക്കാണ്, അപ്പോൾ ദ ബുക്ക് എങ്ങനെ എഴുതും? ദസ് ബുഹ്.
ഇനി ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ, ഇപ്പോൾ മാനാണെങ്കിൽ മാനർ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വസ്തുക്കളുള്ളത്, മാൻ എന്നുള്ളതിൻ്റെ ഒന്നിൽ കൂടുതലുള്ളത് എന്താണ്? ദി മെന്നർ. ഈ മാൻ എന്നുള്ളത് എങ്ങനെ മെന്നറായി അതിലൊന്നും ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യണ്ട. ജസ്റ്റ് ഈ ദാ എങ്ങനെ ഇത് വന്നതെന്ന് മാത്രം ഇപ്പം ജസ്റ്റ് നോക്കിയാൽ മതി. ദി മെന്നർ, ദ വുമൺ എന്നുള്ളത് വിമൻസ് എന്നാവുകയാണെങ്കിൽ ദി ഫ്രൗവൻ, ബുക്ക് ദി ബ്യൂഹർ. ഇതാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ദാ എനിക്ക് എന്താ പറ്റി, ബ്ലാക്ക് തന്നെ മതി. ദാ എന്നുള്ള വാക്ക് ജർമ്മനിൽ ദർ ആണെങ്കിൽ ദി എന്നെഴുതും, പെണ്ണാണെങ്കിൽ, ന്യൂട്രലാണെങ്കിൽ ദസ് എന്നെഴുതും, പ്ലൂറലാണെങ്കിൽ ദി എന്നെഴുതും. ഫോർ എക്സാമ്പിൾ, ദർ മൻ, ദി ഫ്രൗ, ദസ് ബുഹ്, ദി മെന്നർ, ദി ഫ്രൗവൻ, ദി ബ്യൂഹർ. അത് ഒന്നിൽ കൂടുതൽ വസ്തുക്കളുടെ എന്ത് എഴുതിയാലും ദി. ഇത് മാത്രം ഇപ്പോൾ ബേസിക്കായിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നീട് അങ്ങോട്ട് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഈ ദർ ദി ദസ് ഒത്തിരി മാറും. ദാ ഫോം ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, ഒത്തിരി മാറും. ഇപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ അത് മാത്രമല്ല, നമ്മളിപ്പോൾ വിചാരിക്കും ഓക്കെ ആണ്, ദർ പെണ്ണ്, ദി ബുക്ക് ഒരു വസ്തു, ദസ്. അങ്ങനെയല്ല. എല്ലാ ഇംഗ്ലീഷ് വാക്കുകളും എല്ലാ ജർമ്മൻ വാക്കുകൾക്കും എല്ലാ ഈ പറഞ്ഞ പോലെ വസ്തുക്കൾക്കും അതിൻ്റേതായ ജെൻഡറുണ്ട്. ഒരു ലോജിക്കില്ലാതെ ഇപ്പോൾ ഡോർ എന്ന് പറയുന്നത് ദി ആണ്, ദി ടൂർ. ബാഗ് ദി ടാഷെ. അപ്പോൾ ബാഗ് പെണ്ണാണ്, ഡോറ് പെണ്ണാണ്, മരങ്ങൾ ദറാണ്. അങ്ങനെ ഓരോ വസ്തുക്കൾ ദർ ദി, ചർച്ച് കിർഹെ ദി ആണ്. അങ്ങനെ ഇപ്പോൾ നമുക്ക് ഓക്കെ പെണ്ണായതുകൊണ്ട് ദി, അങ്ങനെയല്ല. എല്ലാ വസ്തുക്കൾക്കും ജർമ്മനിൽ ജെൻഡറുണ്ട്, ആർട്ടിക്കിളുണ്ട്. നമ്മൾ ബൈഹാർട്ട് തന്നെ പഠിക്കണം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും. എൻഡിങ് ഇങ്ങനെ വന്നു, ഓക്കെ അതുകൊണ്ടാണ് ദി ദർ എന്നൊക്കെ ഉള്ളത്. ഈ വെച്ചിട്ടൊക്കെ എൻഡ് ചെയ്യുന്നത് കൂടുതലും ദിയൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾക്ക് അങ്ങനെ എളുപ്പവഴികളൊന്നും പറ്റില്ല. വിൽ ഹാവ് ടു ബൈ ഹാർട്ട്. ഓക്കെ. ദർ വാൾസർ, ദർ വാൾസർ. ഇതൊരു ഡാൻസ് ഫോമാണ്, ഒരു സാൽസയൊക്കെ പോലെ. അത് ദർ വാൾസറാണ്. ഇത് ദർ ആപ്പിൾ സ്ട്രൂഡൽ, ആപ്പിൾ പൈ. ദസ് ദാഹ് ഫെൻസ്റ്റർ. ജർമ്മനിൽ ചെറിയ ചെറിയ വാക്കുകൾ കമ്പൈൻ ചെയ്തായിരിക്കും വലിയ വാക്കുകൾ കൂടുതലും ഉണ്ടാക്കിയേക്കണം. ഫോർ എക്സാമ്പിൾ, ദാഹ് എന്ന് വെച്ചാൽ റൂഫ് എന്നാണ്. ഫെൻസ്റ്റർ എന്ന് വെച്ചാൽ വിൻഡോ. അപ്പോൾ ഈ വീടുകളുടെ റൂഫിൽ കാണുന്ന വിൻഡോ, പ്രത്യേകിച്ച് ഒരു ഫ്ലാറ്റൊക്കെ ആണെങ്കിൽ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ റൂഫിൽ കാണുന്ന, ഇതുപോലെ ഓടിൻ്റെ ഇടയ്ക്ക് റൂഫിൽ കാണുന്ന വിൻഡോനെയാണ് ദാഹ് ഫെൻസ്റ്റർ എന്ന് പറയുന്നത്. റൂഫ്, വിൻഡോ, ആ രണ്ട് വാക്കും കമ്പൈൻ ചെയ്ത് ഈ വാക്കുണ്ടാക്കിയത്. അതിൻ്റെ ആർട്ടിക്കിൾ എന്താ? ദാസ്. ദാസ് ദാഹ് ഫെൻസ്റ്റർ. ഇനി ദർ അൻസൂക്ക്, സ്യൂട്ട് അല്ലെങ്കിൽ കോട്ട്. അൻസൂക്ക്. ബുട്ടർ ബ്രോട്ട്, ബട്ടർ ബ്രെഡ്.
ബ്രെഡിൽ ബട്ടർ തേച്ചത്. ദാസ് ബുട്ടർ ബ്രോട്ട്. സോസേജ് ദാസ് വ്യൂർഷൻ അല്ലെങ്കിൽ ദാസ് വ്യൂട്ട്സെൽ. ദി ഔട്ടോബാൻ. ഔട്ടോബാൻ എന്താ? ഔട്ടോബാൻ എന്ന് വെച്ചാൽ ഹൈവേ ആണ്. ജർമ്മനിയിലെ ഹൈവേ ആണ് ഔട്ടോബാൻ. അപ്പം അത് ദി ഔട്ടോബാൻ. ഇനി സിക്കായിട്ടുള്ള ഒരാൾ, ഔഷധിയായിട്ട് ഒരു അസുഖം വന്നൊരാൾ, ദർ ക്രാങ്കെ. ദർ ക്രാങ്കെ. ഇനി ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റിന് എന്താ പറയണത്? ഫ്രൂഹ്സ്റ്റുക്ക്. ദാസ് ഫ്രൂഹ്സ്റ്റുക്ക്. ഓക്കെ, ഇത്രയും വൊക്കാബാണ് ഈ പേജിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് പഠിക്കുക, ഒരു സെക്കൻഡ് എടുത്തിട്ട്. ദർ വാൽസർ, ദസ് ദാഹ്ഫെൻസ്റ്റർ, ദർ ആപ്പിൾ സ്ട്രൂഡൽ, ആപ്പിൾ പൈ അല്ലെങ്കിൽ ആപ്പിൾ കേക്ക്, ദസ് ബുട്ടർ ബ്രോട്ട്, ദർ അൻസുഖ്, ദസ് വ്യൂട്ട്ഷൻ അല്ലെങ്കിൽ ദസ് വ്യൂട്ട്സെൽ, ദി ഔട്ടോബാൻ, ദസ് ഫ്രൂഹ്സ്റ്റുക്ക്, ദർ ക്രാങ്കെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ദാഹ് ഫെൻസ്റ്റർ എന്ന് പറഞ്ഞില്ലേ, 2 വാക്ക് കമ്പൈൻ ചെയ്തിട്ടാണല്ലോ ഇതുണ്ടായത്. ദാഹും ഫെൻസ്റ്ററും. അപ്പോൾ ഈ 2 വാക്കിന്, റൂഫിനൊരു ജെൻഡറുണ്ട്, ഫെൻസ്റ്ററിനൊരു ജെൻഡറുണ്ട്. പക്ഷേ ഈ 2 വാക്കും കമ്പൈൻ ചെയ്തിട്ട് ഈ വാക്കിൻ്റെ ജെൻഡർ എപ്പോഴും ഫെൻസ്റ്ററിൻ്റെ എന്ത് ജെൻഡറാണോ അതായിരിക്കും. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് ടു മച്ച് ഇപ്പോൾ, പക്ഷേ ഒരു എളുപ്പത്തിന് പറഞ്ഞാൽ ഫെൻസ്റ്റർ എന്നുള്ള വാക്കിൻ്റെ ജെൻഡർ ദസ് ആണ്. അതുകൊണ്ട് ദാഹ് ഫെൻസ്റ്റർ എന്നുള്ളത് ദാഹ് ഫെൻസ്റ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ബ്രോട്ട്. ബ്രോട്ട് എന്ന് വെച്ചാൽ ബ്രെഡ് ആണല്ലോ. ബുട്ടർ, ബട്ടർ. ദസ് എന്ന് വരാൻ കാരണം ബ്രോട്ട് ദസ് ബ്രോട്ടാണ്. അതുകൊണ്ട് ദസ് ബുട്ടർ ബ്രോട്ട്. കുറച്ച് കഴിയുമ്പോൾ കുറേ വാക്കുകൾ മനസ്സിലാവും. പക്ഷേ B2 അല്ല, C1 ആയാൽ പോലും ഓരോ ഒബ്ജക്ട്സിൻ്റെ ആർട്ടിക്കിൾ അല്ലെങ്കിൽ അതിൻ്റെ ജെൻഡർ ബൈഹാർട്ട് ചെയ്യുക അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കുക എന്നുള്ളത് എപ്പോഴും ഒരു ചലഞ്ച് തന്നെയാണ്. നമ്മൾ എപ്പോഴും ഇത് പഠിച്ചുകൊണ്ടിരിക്കും, നമ്മൾ മറന്നു നോക്കിക്കൊണ്ടേയിരിക്കും. കാരണം ചില കാര്യങ്ങൾ, ഇപ്പോൾ ആപ്പിൾ കേക്ക് ദറാന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ ഹൈവേ ഒരു പെണ്ണാണ്, ദിയാന്നൊന്നും നമ്മൾ ഓർത്ത് വെക്കാൻ പോകുന്നില്ല. വീണ്ടും വീണ്ടും പഠിക്കും. കുറേ കഴിയുമ്പോൾ നമുക്ക് തന്നെ കുറേ കാര്യങ്ങൾ ഒരു മസിൽ മെമ്മറി പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് ഐ തിങ്ക് പഠിച്ചു എന്ന് നോക്കാം. ദസ് ഫ്രൂഹ്സ്റ്റുക്ക്, ദർ ക്രാങ്കെ, ദസ് വ്യൂട്ട്സെൽ, ദസ് ബുട്ടർ ബ്രോട്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡോയ്ഷ് ഇൻ്റർനാഷണൽ വാസ് ഗെഹ്യോർഡ് സുസാമൻ ഓട്ട്നൻ സീസു. ഓക്കെ, 1F. അപ്പോൾ ഇവർ പറയുന്ന ഈ പേജിലെ പിക്ചേഴ്സും അതുമായിട്ട് കമ്പയർ ചെയ്യാം. 1F ആണ്. 1F, യാ ദാറ്റ്സ് ട്രൂ. അത് ജസ്റ്റ് കണക്ട് ചെയ്യാം. അതൊരു വളരെ സില്ലി ആയിട്ടുള്ള സിമ്പിളായിട്ടൊരു എക്സസൈസാണ്. നമുക്ക് ഇത് നമ്മൾ പഠിച്ചൊന്നുകൂടെ റിവൈസ് ചെയ്യാൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. നോക്കട്ടെ പറ്റുമെന്ന്. ഒന്നാമത്തേതല്ലേ, ഒന്നാമത്തേത് ബുട്ടർ ബ്രോട്ടായിരുന്നു. അതെന്തായിരുന്നു? ദസ് ബുട്ടർ ബ്രോട്ട്. പിന്നെ ഒരു കാര്യം, ഇതുപോലത്തെ ബി എപ്പോഴും ക്യാപിറ്റലായിരിക്കണം. നൗൺസ് എപ്പോഴും ക്യാപിറ്റലായിരിക്കണം. വെർബ് എപ്പോഴും സ്മോൾ ലെറ്റർ ആയിരിക്കണം. ഇതിപ്പോഴും തെറ്റിക്കാറുണ്ട്, കറക്റ്റ് ചെയ്യാൻ നോക്കാം. ദാഹ് ഫെൻസ്റ്റർ എന്തായിരുന്നു?
ദറായിരുന്നു അല്ലേ. ദർ, ദാഹ്, ഫെൻസ്റ്റർ. ദാഹ് ഫെൻസ്റ്റർ ദർ അല്ലേ. ദസാണ്. ഓക്കെ. So stupid. All right. Thus, ദാഹ് ഫെൻസ്റ്റർ. അത് ഫ്രാൻസോസിൽ എന്തായിരുന്നു അതിൻ്റെ ശരിക്കുള്ള വാക്ക് എഴുതിയേക്കണേ, നോട്ട് റെലവൻറ്റ്. ഇതെന്തായിരുന്നു? ദർ ക്രാങ്കെ ആയിരുന്നു. ദർ ക്രാങ്കെ. ദി ഔട്ടോബാൻ. Das Frühstück അല്ലേ. അതെ. ഇത് ദർ അപ്ഫൽസ്ട്രൂഡൽ. അതെ, ദർ അപ്ഫൽ സ്ട്രൂഡൽ. ഇത് ഡാൻസ് ഫോം. ദർ വാൾട്സ്. ഇതൊരു ഡാൻസാണ്, ഡാൻസിൻ്റെ പേരാണ്, അതിന് ആർട്ടിക്കിളാണ് ദർ. അൻസുഖ്. ദർ അൻസുഖ്. സ്യൂട്ട്. ദി വ്യൂട്സെൽ. വ്യൂർസ്റ്റൽ. ദസാണ്. ദസ് വ്യൂർസ്റ്റൽ. Yeah, that's right. നമ്മൾ കണക്ട് ചെയ്തില്ലേ? ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. വി ഹൈസൻ ദീസെ വ്യോർട്ടർ ഇൻ ഇയറർ സ്പ്രാഹെ. അത് റെലവൻ്റ് അല്ലല്ലോ, നമ്മുടെ മലയാളത്തിൽ ഇത് എന്തൊക്കെയാണ് പറയുന്നത്. ഫോർ ഫൺ നമുക്ക് വേണേൽ പറയാം. ഇതിപ്പോൾ വാട്സാപ്പ് എന്തായാലും നമ്മുടെ നാട്ടിലില്ല, അതുകൊണ്ട് അതിനിതില്ല. ആപ്പിൾ കേക്കിന് നമ്മളെന്താ പറയുക? ആപ്പിൾ കേക്ക് തന്നെ പറയാം. ജനാല അല്ലേ. ദിസ് ഇസ് ജനാല. പിന്നെ ഇതിനെന്താ പറയുക? കോട്ടിനെന്താ മലയാളത്തിൽ പറയുക? ഇതിൻ്റെയൊക്കെ മലയാളം ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ബട്ടർ ബ്രെഡ് തന്നെ നമ്മൾ പറയുക. സോസേജിന് വേറെന്താ വാക്കെന്ന് എനിക്കറിയില്ല. ഹൈവേക്ക് എന്താ മലയാളത്തിൽ എനിക്കറിയില്ല. ദേശീയപാത. അസുഖമുള്ള ആളെ എന്താ പറയുക? രോഗി. ഇത് ബ്രേക്ക്ഫാസ്റ്റ് എന്താ പറയുക? പ്രഭാത ഭക്ഷണം. കോട്ടിന് എന്താ പറയുക? ഈ ആപ്പിൾ കേക്കിന് ജനാല. ഇതിനൊന്നും പറയാറില്ല നമ്മളിതൊന്നും. ഇതൊന്നും ഇവിടെ ഇല്ലാത്ത പരിപാടിയാണല്ലോ. സോ ഓൾ റൈറ്റ്. ഓക്കെ, അടുത്ത എന്താ? കെന്നൻസി അന്തേരെ ഡോയ്ഷെ വ്യോക്ടർ സാമൻസി. ഇതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക്. കെന്നൻസി. ഇതിൻ്റെ വാക്കുകളുടെ മീനിങ് വേണേൽ ഞാൻ പറഞ്ഞുതരാം. വാസ് ഗെഹ്യോട്ട് സുസാമൻ. വാസ് എന്ന് പറഞ്ഞാൽ വാട്ട് എന്നാണ്. എന്താണ് ചേർക്കുക. സുസാമൻ ടുഗെദർ. ഓഡ്നൻ സീസു എന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ, മാച്ച് ദ ഫോളോയിങ്. മാച്ച്. ഓഡ്നൻ എന്ന് വെച്ചാൽ ഓർഡർ ആക്കുക. ഓഡ്നൻ എന്ന് വെച്ചാൽ മാച്ച് ചെയ്യുക. വി ഹൈസൻ.
ടു ബി കോൾഡ്, എന്താണ് നിങ്ങൾ വിളിക്കപ്പെടുന്നത്. ഇപ്പോൾ നമ്മളൊരാളുടെ പേര് ചോദിക്കുന്നത് എങ്ങനെയാണ്, വി ഹൈസൻസി എന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ പറയാം ഹൈസേ, പേര് പറയാം. അതുപോലെ ഹൈസൻ, ടു ബി കോൾഡ്, വിളിക്കപ്പെടുക, അതാണ് അതിൻ്റെ വെർബ്. യോട്ടർ നിയറെ സ്പ്രാഹെ, സ്പ്രാഹെ എന്ന് വെച്ചാൽ ലാംഗ്വേജ്, സ്പ്രാഹെ ലാംഗ്വേജ്. കെന്നൻ സി, കെന്നൻ ടു നോ സംതിങ്, എന്തെങ്കിലും ഒരു വസ്തു, അങ്ങനത്തെ കാര്യങ്ങൾ അറിയാമെങ്കിൽ. ഒരാളെ ആണെങ്കിൽ നമ്മൾ വൈസൻ സി എന്ന് പറയാം. സ്പെല്ലിങ് കറക്റ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. കെന്നൻസി അന്തേരെ ഡ്യോയിഷ്യ വ്യോർട്ടർ, വ്യോർട്ടർ എന്ന് വെച്ചാൽ വേർഡ്. സാമൽ സി, സാമൽ എന്ന് വെച്ചാൽ ടു കളക്ട്. ഓക്കെ, അടുത്ത പേജ്. ഹലോ ചൂസ്, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ജർമ്മൻ കോൺവെർസേഷൻ ഒരാളുടെ അടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഗ്രീറ്റിങ്സ് ഒക്കെയാണ്. ഹലോ, ഞാൻ ഇവിടെ നിന്ന് വായിക്കാം. ഹലോ, wer bist du? Hören Sie und lesen Sie, wie heißen die Personen? Wer എന്ന് വെച്ചാൽ ആര്. Bist du, who are you, who are you എന്നാ ചോദിക്കുന്നത്. ഹലോ ഹലോ തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ ഹലോ എന്നല്ലേ പറയണേ, ജർമ്മനിൽ ഇറ്റ്സ് ഹലോ, ഹലോ, ഹലോ. വേർ ബിസ്റ്റ് ദു, ഹ്യോറൻ, ഹ്യോറൻ എന്ന് വെച്ചാൽ എന്താ, കേൾക്കുക. ഹ്യോറൻ ടു ലിസൺ. ലേസൻ, ലേസൻ ടു റീഡ്. Hören Sie und lesen Sie, wie heißen diese Personen? ഓക്കെ, ഇതൊരു ഹിയറിങ്ങിൻ്റെ പോർഷനാണ്. ഫിഗർ ഔട്ട് ഇതിൻ്റെ ഓഡിയോ. ഓക്കെ ഓക്കെ ഈ സിമ്പിൾ കാണിച്ചിരിക്കുന്നത് ഇത് ഹോറൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ഓഡിയോ ഉണ്ടാവും. നമുക്കിതിൻ്റെ ഓഡിയോ കേട്ടിട്ട് ഇത് സോൾവ് ചെയ്യാം. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ട്രീമിങ്ങും ഇതും ചെയ്യണത്, അതുകൊണ്ടാണ് ഇത്രയും സ്ലോ ആവുന്നത്. ഫ്രം നെക്സ്റ്റ് ചാപ്റ്റർ ഓൺവേഴ്സ് ഹോപ്പ്ഫുള്ളി everything will go smooth. Kapitel 1. Guten Tag. Aufgabe 2a. 1. Hallo Nina. Hallo Gregor. Wie geht's? Danke, sehr gut. Und dir? Es geht, danke. Zwei. Hallo Nina. Hallo Julia. Wie geht's? Danke, gut. Und dir? Es geht. Hallo, ich bin Julia. Und du? Wer bist du? Ich heiße Gregor. Entschuldigung, wie heißt du? Gregor. 3. Tschüss. Tschüss, Julia. Bis bald. Tschüss. Aufgabe 4a. Kapitel. ഓക്കെ, സോ ഇതിനകത്ത് നമ്മൾ കൊടുത്തേക്കണ ഇവരുടെ പേരുകൾ എഴുതാനാണ്. അപ്പോൾ ഇത് നീനയാണ്. നീന പറഞ്ഞു ഹലോ നീന. ഗ്രിഗോർ പറഞ്ഞു ഹലോ ഹലോ ഗ്രിഗോർ, വി ഗീറ്റ്സ്. അപ്പോൾ നീന വന്നിട്ട് ഗ്രിഗോറിനെ ഗീറ്റ് ചെയ്തപ്പോൾ ഇത് ഇയാളുടെ പേര് ഗ്രിഗോർ, ഇത് നീന.
നീനയും ഗ്രിഗോറും കൂടെ മീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അവിടേക്ക് യൂലിയ വരികയാണ്. ഇവിടെ ഉണ്ടല്ലേ. ഓക്കെ, ഇത് നീന, യൂലിയ വന്നു. അത് കഴിഞ്ഞ് ഇത് യൂലിയ. അത്രേ ഉള്ളൂ. ഇവരുടെ പേരുകൾ എന്തൊക്കെയാണ്, ആരാരാ പറയുന്നത് എന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി എന്താ കൊടുത്തേണ്? ഹലോ und tschüss. Spielen Sie die Situation. Hallo, wie heißt du? Ich heiße Verena. Priya. പേരുകളേക. Wer bist du? Ich bin. Who are you? അത് പേര് ചോദിക്കുന്നതിൻ്റെ വേറൊരു ഫോമാണ്. Ich bin Priya. Wie geht's? Danke, gut. Danke, sehr gut. Und dir? Auch gut. Danke, es geht. Tschüss. പല എക്സ്പ്രഷൻസ് ആണ്. താങ്ക് യു, ഗുഡ്. ഹൗ ആർ യു? താങ്ക് യു, ഗുഡ്. താങ്ക് യു, വെരി ഗുഡ്. സെയർ ഗുഡ്. ഔഹ് ഗുഡ്. താങ്ക് യു. എസ്കേറ്റ്. എസ്കേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയില്ലേ, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. അങ്ങനെ ആ സാധനമാണ് സെയർ, എസ്കേറ്റ്. അവസാനം ചൂസ്. ഇപ്പോൾ ഒരു ബേസിക് കോൺവെർസേഷനാണ്. ഹലോ, വി ഹൈസ്തു. ഇഹ് ഹൈസെ മരിയ അല്ലെങ്കിൽ റിയ. വേർ ബിസ്തു? ഇഹ് ബിൻ. അത് തന്നെ, അത് വേറെ രീതി, രണ്ട് രീതി ചോദിക്കാം. കുറച്ചുകൂടെ നന്നായിട്ട് ഇതാണ് വി ഹൈസ്തു. വിഗേറ്റ്സ് എന്ന് വയ്ക്കാം. ഹൗ യു? മിയർ ഗേറ്റ് ഇസ് ഗുഡ്. ഡിയർ. മിയർ ഗേറ്റ് is good. I am fine. Mir geht es gut. Und dir? ഇതാണ് ഈ പറയുന്ന ഒത്തിരിയുള്ള ഓപ്ഷനിൽ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഇവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇംഗ്ലീഷിൽ W ക്വസ്റ്റ്യൻസ് എന്ന് പറയില്ലേ, അതാണ് വേഫ്രാഗെ. വി ഹൈസ്തു, വേ ബിസ്തു. Aussagesatz. Ich heiße Gregor, ich bin Gregor. Aussagesatz എന്ന് വെച്ചാൽ സിമ്പിൾ സെൻറ്റൻസ് എന്ന് അർത്ഥമുള്ളൂ. ഒരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയില്ലേ, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, കുത്ത്. ഒരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, അതാണ് Aussagesatz. അതാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഇത്. സിമ്പിൾ സെൻറ്റൻസ് എന്നർത്ഥമുള്ളൂ. അതിൻ്റെ ക്വസ്റ്റ്യൻ, അതിൻ്റെ ആൻസർ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ബേസിക്കായിട്ട് ഗ്രീറ്റ് ചെയ്യാനായിട്ട് പഠിച്ചു. ജസ്റ്റ് റിവൈസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഗ്രീറ്റ് ചെയ്യുന്നത്: വി ഹൈസ്തു. വാട്ട് ഈസ് യുവർ നെയിം എന്നാണ് ചോദിക്കുന്നത്. Wie heißt du? Ich heiße Anna. Wer bist du? അത് ആവശ്യമില്ല, ഏതെങ്കിലും ഒരെണ്ണം മതിയല്ലോ, ഒരെണ്ണം പഠിക്കാം. ഇനി Wie geht's? Mir geht es gut. Und dir? Okay. Kennen Sie deutsche Namen oder bekannte deutsche Personen? ഒന്നൊന്നുമില്ല. നിങ്ങൾക്കറിയാമോ ഡോയ്ഷ് പേരുകൾ? അപ്പാരൻ്റ്ലി കത്തരീന, ഫിലിപ്പ് ലാം, ഇതൊക്കെ ഡോയ്ഷ് ജർമ്മൻ പേരുകൾ. അത്ര കുറച്ച് ജർമ്മൻ പേരുകളും അല്ലെങ്കിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ജർമ്മൻ ആൾക്കാരുടെ പേര് കളക്ട് ചെയ്യാം. യു ക്യാൻ സ്കിപ്പ് ദാറ്റ്. അടുത്ത പേജ്. ഗുട്ടൻ ടാഗ്. ഔഫ് വീഡർസെയിൻ.
അടുത്ത ഗ്രീറ്റിംഗ് ആണ്. ഐ തിങ്ക് ഇത് ഓഡിയോ ഉണ്ടെന്ന് നോക്കുന്നു. ലെറ്റ് മീ ഫിഗർ ഔട്ട്. 1. Guten Tag. Aufgabe Kapitel 1. Guten Tag. Aufgabe 2a. Hallo Julia, wie geht's? 3. Tschüss. Tschüss Julia, bis bald. Aufgabe 4a. Woher kommen Sie, Frau Lang? Ich komme aus... ഇതിൻ്റെ ഓഡിയോ ഇതിനകത്തില്ല. സെയിം തന്നെ ഞാൻ വായിക്കാം. Guten Tag, wie heißen Sie? Hören Sie und lesen Sie. Wie heißen die Personen? Guten Morgen, mein Name ist Nina Weber. Guten Morgen, Frau Weber. Ich heiße Hansen. Oliver Hansen. അപ്പോൾ ഇയാളുടെ പേര് ഒലിവർ ഹാൻസൻ എന്നാണ്. ദിസ് ലേഡിയുടെ പേര് നീന വെബർ. ഓക്കെ, ഗുട്ടൻ മോർഗൻ. ഗുട്ടൻ മോർഗൻ എന്നാണ് ഗുഡ് മോർണിംഗ് എന്ന് നമ്മൾ ഗ്രീറ്റ് ചെയ്യണേ. ഗുഡ് മോർണിംഗ്, ഗുട്ടൻ മോർഗൻ, ഗുട്ടൻ മോർഗൻ. ഗുട്ടൻ ടാഗ്. ഗുട്ടൻ ടാഗ് എന്തായിരുന്നു? ഗുഡ് ഡേ. Guten Tag, Frau Kowalski. Frau Kowalski. Guten Tag, Frau Weber. Wie geht es Ihnen? Danke, gut. Und Ihnen? Auch gut, danke. Guten Tag, Frau Weber. Hallo, Herr Hansen. Das ist meine Kollegin, Natalia Kowalski. Guten Tag, Frau Kowalski. Mein Name ist Hansen. Guten Tag. Entschuldigung, wie heißen Sie? Oliver Hansen. Okay, auf Wiedersehen, Herr Hansen. Tschüss, Frau Weber. Auf Wiedersehen, Frau Kowalski. Auf Wiedersehen. ഇതാണ് കോൺവെർസേഷൻ. ഇത് ഒലിവർ ഹാൻസൻ, ഇത് നീന വെബർ, ഇത് നറ്റാലിയ കോവാൽസ്കി. നറ്റാലിയ കോവാൽസ്കി. ഓക്കെ, ഇത് ഈ പേജിൽ എന്താ പഠിപ്പിക്കുന്നത്? ഒരു ഗ്രീറ്റിംഗ്സ് ആണ് പഠിപ്പിക്കുന്നത്. ഗുഡ് മോർണിംഗ്. ഗുഡ് എന്നുള്ളതിന് ഗുഡ്, അല്ലെങ്കിൽ അതിപ്പോൾ ഗുഡ് മോർണിംഗ് എന്നുള്ളത് ഗുട്ടൻ മോർഗൻ. ഗുഡ് ഡേ, ഗുട്ടൻ ടാഗ്. ഗുഡ് ഈവനിങ്, അതെങ്ങനെയാണ്? ഗുട്ടൻ ആബൻഡ്. ഇനി രാത്രി, ഇത്രയും നേരം ഗുറ്റൻ 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 എന്നായിരുന്നേ. രാത്രിക്ക് മാത്രം ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഗുറ്റേ നാഹ്റ്റ്, ഗുറ്റേ നാഹ്റ്റ്. ഇനിഷ്യൽ സ്റ്റേജുകളിൽ ജർമ്മൻ പഠിക്കുമ്പോൾ ഈ ഔഷ്പ്രാഹെ അല്ലെങ്കിൽ പ്രൊനൗൺസിയേഷൻ, നമ്മുടെ ഉച്ചാരണത്തെയാണ് ഔഷ്പ്രാഹെ എന്ന് പറയുന്നത്. ഔഷ്പ്രാഹെ നമ്മൾ കുറച്ചുകൂടെ നല്ല സ്ട്രെസ് ചെയ്ത് കുറച്ച് ലൗഡായിട്ട് തന്നെ പറയണം, എന്നാലേ നമുക്കത് വഴങ്ങുള്ളൂ. നമ്മൾ പയ്യെ ഇങ്ങനെ ഗുറ്റൻ മോർഗൻ, ഗുറ്റൻ ടാഗ് എന്നൊന്നും പറഞ്ഞാൽ അത് വരില്ല. ജർമ്മൻ കുറച്ചും കൂടെ, നിങ്ങൾ ജർമ്മൻ എന്തെങ്കിലും വീഡിയോസ് അല്ലെങ്കിൽ ഓഡിയോസ് കേൾക്കുമ്പോൾ മനസ്സിലാവും, കുറച്ചുകൂടെ സ്ട്രോങ് ലാംഗ്വേജാണ്. അതിൻ്റെ ആറൊക്കെ എറർ അത് അങ്ങനെ തന്നെ പ്രൊനൗൺസ് ചെയ്യണം. എൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റല്ല, കുറേ കാര്യങ്ങൾ ഇത്തിരി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. പക്ഷേ ഐ തിങ്ക് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഗുട്ടൻ മോർഗൻ, ഗുട്ടൻ ടാഗ്, Guten Abend, gute Nacht. Greetings. ഇനി Spielen Sie Dialog. Guten Tag, mein Name ist, wie heißen Sie? ഇത് കുഴപ്പമില്ല. Auf Wiedersehen. Auf Wiedersehen. നമ്മൾ യാത്ര പറയുമ്പം ശരി, അപ്പോൾ പിന്നെ കാണാം. See you later. അതാണ് Auf Wiedersehen അർത്ഥം. അതിൻ്റെ എക്സാക്ട് മീനിങ് അത് തന്നെയാണെന്ന് തോന്നുന്നു. ഞാൻ നോക്കട്ടെ. ഗുഡ് ബൈ. ഓക്കെ, ഗുഡ് ബൈ, സീ യു ലേറ്റർ അല്ലെങ്കിൽ ഗുഡ് ബൈ. ഗുഡ് ബൈ, ഔഫ് വീഡർസെയിൻ. പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുന്നതാണ് ചൂസ്. ഔഫ് വീഡർസെയിൻ.
ഓക്കെ, ഇനി ഈ പോർഷനിൽ വരുന്നതാണ് സി ഫോമും ദു ഫോമും അല്ലേ. ഓക്കെ, അതിനു മുമ്പ് പേഴ്സണൽ പ്രൊണോമൻ. ഓക്കെ, ഞാനൊരു ഗൂഗിളിൽ നിന്നൊരു ചെറിയ പിക്ചർ ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡോണ്ട് വാണ്ട് മേക്ക് മിസ്റ്റേക്സ്. ഓക്കെ, ഇഹ് എന്ന് വെച്ചാൽ ഐ, ദു യു നിങ്ങൾ, എർ ഹി, സി ഷീ ചെറിയ എസ് ആണ്, എസ് ഇറ്റ്, വിയർ എന്ന് വെച്ചാൽ വി, ഇയർ യു പ്ലൂറൽ നിങ്ങൾ, സി വലിയ സി, യു ഫോർമലായിട്ട് പറയുന്നത്, ചെറിയ സി ദേ അവർ എന്ന് പറയുന്നത്. സോ ഇതാണ് പേഴ്സണൽ പ്രൊണോമൻ. വെരി ഇമ്പോർട്ടൻറ്റ്, ബേസിക് ഓഫ് ജർമ്മൻ. ജർമ്മൻ്റെ ആദ്യ പാഠം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഐ മീൻ ജർമ്മൻ പഠിക്കാൻ തുടങ്ങുന്നതിൻ്റെ ആദ്യം ഇതെവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ സ്പേസ് ഉള്ളത് ഓക്കെ നോട്ടിൽ ചെയ്താൽ ശരി. ഐ ഞാൻ അല്ലേ, ഇഹ് ഓക്കെ, നിങ്ങൾ, ദു ഇഹ് ദു, അവൻ ഹി, എർ അവൾ, ഷീ ഷീ അവൾ, സി അത് ഒരു വസ്തു, ഇറ്റ് എസ്. ഇനി വിയർ നമ്മൾ, ഏത് നമ്മൾ വി, വിയർ. പിന്നെ ഇതും നിങ്ങൾ എന്ന് തന്നെ, യു ആണ് പക്ഷെ പ്ലൂറൽ ഫോം, ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ഇയർ. ഇനി അടുത്തത് സിയും സിയും ആണ്, രണ്ട് സി വ്യത്യാസം. വലിയ സി നമ്മൾ ഫോർമലായിട്ട് ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ടീച്ചർ നമ്മൾ ബഹുമാനിക്കാനായിട്ട് എപ്പോഴും ഈ ഫോം സി ഫോം, ബഹുമാനിക്കാനായിട്ട് ഫോർമലായിട്ടുള്ള യു. കൊമ്മൻ സി, ഗെയിൻ സി, സിറ്റ്സൻ സി, അങ്ങനെ. ചെറിയ സി യു ആണ്, ദേ എന്നൊരു ഫോം. യു അല്ല ദേ ആണ്, സോറി എൻഷുൾഡിങ്, ദേ. ഓക്കെ, ഇതാണ് പേഴ്സണൽ പ്രൊണോമൻ. ഇഹ് ദു എർ സി എസ്, വിയർ ഇയർ സി. Next. Wie heißen Sie? Lesen Sie und hören Sie. Ordnen Sie die Antworten zu. I hope we have the audio. Yeah. Aufgabe 4a. Woher kommen Sie, Frau Lang? Ich komme aus Deutschland. Welche Sprachen sprechen Sie? Ich spreche Spanisch, Englisch und Deutsch. Wo wohnen Sie? Ich wohne in Frankfurt. Aufgabe 6a. Zahlenrap. Okay. 1,
Aufgabe 4a. Woher kommen Sie, Frau Lang? Ich komme aus Deutschland. Welche Sprachen sprechen Sie? Ich spreche Spanisch, Englisch und Deutsch. Wo wohnen Sie? Ich wohne in Frankfurt. Aufgabe 6a. Zahlenrap. ഓൾറൈറ്റ്. അപ്പം ഇതിനകത്ത് 3 കാര്യങ്ങളാണ് പുള്ളിക്കാരത്തി പറയുന്നത്. വൊഹേർ കോമൻ സി ഫ്രൗ ലാങ് എന്ന് ചോദിക്കുകയാണ്. നമ്മൾ ഈ സെക്കൻഡ് ലൈൻ വെച്ചിട്ടാണ് എപ്പോഴും ക്ഷണിക്കാറ്. ഇപ്പം നമ്മൾ അന്ന മാത്യു എന്ന പേരെന്ന് വിചാരിക്കുക. അവിടെ അവർ നമ്മളെ വിളിക്കാൻ പോകുന്നത് ഫ്രൗ മാത്യു എന്നായിരിക്കും. അതുപോലെ തന്നെ ആണുങ്ങൾക്കും സെക്കൻഡ് നെയിം വെച്ചിട്ട് ഇപ്പോൾ ഹെർ, ഇഫ് ഇറ്റ്സ് അലൻ ഡേവിസ്, ഹെർ ഡേവിസ് അങ്ങനെയാണ് വിളിക്കുക. Woher kommen Sie, Frau Lang? Ich komme aus Deutschland. Welche Sprachen sprechen Sie? Ich spreche Spanisch, Englisch und Deutsch. Wo wohnen Sie? Ich wohne in Deutschland. Ich wohne in Frankfurt. ഈ 3 ഇൻഫർമേഷനാണ് ആൾ പറഞ്ഞത്. ഡോയ്ച്ച്ലാൻഡിൽ നിന്നാണ് ഞാൻ വരുന്നത്. സ്പാനിഷും ഇംഗ്ലീഷും ഡോയ്ഷുമാണ് ഞാൻ സംസാരിക്കുന്നത്. Wo wohnen Sie? Ich wohne in Frankfurt. Spielen Sie Dialog. Wie heißt du? Ich heiße Jan. Woher kommst du? Aus Frankfurt. Und wo wohnst du? In Zürich. Wie എന്ന് വെച്ചാൽ എന്താണ്? woher. Wie, how. Wo, where. woher അതെന്താന്ന് വെച്ചാൽ എവിടെ നിന്ന്. നമ്മൾ മലയാളത്തിൽ ചോദിക്കില്ലേ എവിടെ നിന്നാണ് വരുന്നത്? ആ എവിടെ നിന്നാണ് വൊഹേർ. നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ എവിടേക്കാണ് പോകുന്നത് എന്ന് നോക്കില്ലേ, എവിടേക്ക്, എവിടെ നിന്ന് എവിടേക്ക്. അതുകൊണ്ടാണ് ഈ മലയാളവും ജർമ്മനും തമ്മിൽ കണക്ട് ചെയ്ത് പഠിക്കണമെന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ വേ ആർ യു കമ്മിങ്, വേ ആർ യു ഗോയിങ് രണ്ടിനും വേറാണ്. പക്ഷേ മലയാളത്തിൽ നമുക്ക് ഓരോന്നിനും അതിൻ്റേതായ വാക്കുകളുണ്ട്. അതുപോലെ തന്നെയാണ് ജർമ്മനിലും ഇതുപോലെ തന്നെ വാക്കുകളുണ്ട്. എവിടെ നിന്ന് വരുന്നു അതാണ് വൊഹേർ. എവിടേക്ക് പോകുന്നു വോഹിൻ. വൊഹേർ കൊമ്മൻ സി, വൊഹിൻ ഗേൻ സി എന്ന് ചോദിക്കണം. എവിടെ നിന്ന് എവിടേക്ക്. ഇനി വി എന്ന് വെച്ചാൽ ഹൗ, എങ്ങനെ വിളിക്കപ്പെടുന്നു താങ്കൾ, അതാണ് വി ഹൈസ് ദു. വോ വോൺസ് ദു, വോ എവിടെ, വോ എവിടെ, വേർ. Okay. Lesen Sie und ergänzen Sie die Verben. Das ist Frau Lang. Sie kommt aus Deutschland. Sie wohnt in Frankfurt. Frau Lang എന്ന് പറയുന്ന ഒരു പെണ്ണാണ്. അതുകൊണ്ട് നമ്മൾ അവൻ, അവൾ എന്നുള്ളതിൽ അവൾ ഈ സി ആണ് ഉപയോഗിക്കുന്നത്. അവൾ കോംറ്റ് ഔസ് ഡോയ്ച്ച്ലാൻഡ്, അവൾ ഡോയ്ച്ച്ലാൻഡിൽ നിന്നാണ് വരുന്നത്. അവൾ വോണ്ട് ഇൻ ഫ്രാങ്ക്ഫർട്ട്. ഇനി യാൻ, ഇന്ന് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ചെറിയ എസ് ആയിരിക്കണം അല്ലേ? ഓക്കെ. യാനും അത് തന്നെ. കോംറ്റ് ഔസ് ഫ്രാങ്ക്ഫർട്ട്, എർ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എർ wohnt in Zürich. Und Sie, machen Sie 3 Interviews in der C-Form. നോട്ടിയറൻ സി. ആരെങ്കിലും വിളിച്ചിട്ട് 3 ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഇൻ്റർവ്യൂ ചെയ്യാൻ, 3 ഇൻ്റർവ്യൂസ് എടുക്കാൻ. പേര്
ഫോർ എക്സാമ്പിൾ അന്ന മാത്യു. എവിടെ നിന്ന് വരുന്നു? അങ്കമാലിയിൽ നിന്ന് വരുന്നു. വോഹെയർ കൊമ്മൻസി എന്ന് ചോദിക്കാം. എവിടെയാണ് ജീവിക്കുന്നത്? വോണൻസി താബോർ, സ്ഥലത്തിൻ്റെ പേര്. ഇപ്പോൾ നമ്മൾ പൊതുവെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പറയണേ ഇഹ് ഹൈസെ അന്ന, ഇഹ് കൊമ്മെ ഔസ് അങ്കമാലി, ഇഹ് വോണെ ഇൻ മുക്കന്നൂർ, അല്ലെങ്കിൽ ഇഹ് കൊമ്മെ ഔസ് കേരള, ഇഹ് വോണെ ഇൻ അങ്കമാലി. Wer ist das? Stellen Sie einen Partner, eine Partnerin vor. Die anderen raten der Namen. Vorstellen എന്ന് വെച്ചാൽ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ്. Interview. Das interview. Interview das ആണ്. Das interview. പിന്നെ എന്താ? നോട്ടിയറൻ. നോട്ടിയറൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നോട്ട് ചെയ്യാൻ പറയില്ലേ, എഴുതുക, നോട്ട് ചെയ്യുക, അതാണ് നോട്ടിയറൻ. ടു നോട്ട്, എന്തെങ്കിലും ഒരു കാര്യം നോട്ട് ചെയ്യുക. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? വേർ ഇസ് ദസ്? വേർ എന്ന് വെച്ചാൽ എന്താ? ആരാണത്? ഒരു പാർട്ട്ണറിൻ്റെ ഇൻട്രൊഡക്ഷൻ പറയാം. ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ എഴുതിയില്ലേ, അവരെ പറ്റി ഫ്രണ്ടിൽ വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതായത് ഇതെൻ്റെ കൂട്ടുകാരിയാണ്, ആളുടെ പേര് ഇവിടെ പറഞ്ഞിരിക്കുക ആന ക്രിസ്റ്റീന റോമസ് എന്നാണ്, ഇന്ന സ്ഥലത്ത് നിന്ന് വരുന്നു, അങ്ങനെ ഒരാളെ പറ്റി പറയാം. അപ്പോൾ ഈ കുട്ടീനെ പറ്റി പറയാമെന്ന് വിചാരിക്കും. Das ist Anna Matthew. Sie kommt aus Angamali. Sie wohnt in Tabor. ഓക്കെ, ഈ ചാപ്റ്ററിൽ നമുക്കുള്ളത് നമ്പേഴ്സാണ്. സാലൻ, നമ്പേഴ്സ്. Zahlen, numbers. Buchstaben. Buchstaben എന്ന് വെച്ചാൽ സ്പെല്ല് ചെയ്യാന്ന് പറയില്ലേ, ഓരോ ആൽഫബറ്റ്സും. ഇപ്പോൾ സ്പെല്ലിങ് അല്ലെങ്കിൽ സ്പെല്ല് ചെയ്യുക. ഇപ്പോൾ ബോൾ എന്നുള്ളത് നമ്മളിങ്ങനെ സ്പെല്ല് ചെയ്യുന്നത് BALL, ബോൾ, അങ്ങനെ അത് ഇംഗ്ലീഷിൽ. അതുപോലെ സ്പെല്ല് ചെയ്യാൻ പറയുന്നതാണ് ബുക്ക് സ്റ്റാബ്. നമ്മൾ ബുക്ക് സ്റ്റാബ് ഇയർ ആൻഡ് ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് ഓരോന്ന്. ഇപ്പോൾ നമ്മൾ ഒരാളുടെ പേര് പറയാം, ഈ ഹൈസെ ആന, അപ്പോൾ പറയാം ബുക്ക് സ്റ്റാബ് ഇയർ ആൻഡ് ബിറ്റ് എന്ന് പറഞ്ഞാൽ ANNA അങ്ങനെ പറയണം. അപ്പോൾ നമ്മൾ ആൾക്ക് ഓരോന്നിൻ്റെ സ്പെല്ലിങ് പറഞ്ഞു കൊടുക്കുക. സാലൻ ഉണ്ട്, ബുക്ക് സ്റ്റാബൻ. ദി സാലൻ, ദ നമ്പേഴ്സ്. ദി സാലൻ, ദ നമ്പേഴ്സ്. Hören Sie die Zahlen, Rap und sprechen Sie dann laut mit. ഓക്കെ, 0 തൊട്ട് 20 വരെയുള്ള നമ്പേഴ്സിൻ്റെ പ്രൊണൗൺസിയേഷൻ്റെ ഓഡിയോ ഞാനിടാം. അതൊരു റാപ്പ് സോങ് ആണ്, അതിൻ്റെ ഓഡിയോ ഞാനിടാം. അതിന് മുമ്പ് ഐ ജസ്റ്റ് റീഡ്. 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. I don't think
എൻ്റെ ഓഡിയോയുടെ ആവശ്യമുണ്ടെന്ന്, പക്ഷേ ഒരു പ്രശ്നം കേൾക്കാമല്ലേ? Aufgabe 6a. Zahlenrap. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 20! 20! 20! Okay. Hear and see, not hear and see the telephone number. ഓക്കെ. ഓഡിയോ കേൾക്കണം, അതിനകത്ത് പറയുന്ന ടെലിഫോൺ നമ്പർ മാർക്ക് ചെയ്യണം. Aufgabe 6b. 1. Guten Tag, Hotel Zentral, Rita Wolf. Was kann ich für Sie tun? Guten Tag, Klein. Ich möchte Claudia Berg sprechen. Frau Berg ist leider nicht da. Kann sie zurückrufen? Ja, bitte. Wie ist Ihre Telefonnummer bitte? 0, 1, 5, 9, 8, 2, 3, 4, 6, 0, 7. Ich wiederhole. 0159 82 34 607. Ja, vielen Dank. Auf Wiederhören, Herr Klein. Auf Wiederhören. Zwei. Guten Tag, Hotel Zentral, Rita Wolf. Was kann ich für Sie tun? Guten Tag, Petra Groß. Ich möchte Frau Müller sprechen. Frau Müller ist leider nicht da. Kann sie zurückrufen? Ja, bitte. Wie ist Ihre Telefonnummer bitte? 0157 831 6924. Ich wiederhole. 0157 8316 924. Ja, das ist richtig. Danke. Auf Wiederhören, Frau Groß. Auf Wiederhören. Aufgabe 7a. Buchstabenrap. 1, 2, 1, 2, 3, 4. ഓക്കെ. ശരിയാന്ന് തോന്നുന്നു. ഒന്നും കൂടെ വേണമെങ്കിൽ കേൾക്കാം. Aufgabe 6b. 1. Guten Tag, Hotel Zentral, Rita Wolf. Was kann ich für Sie tun? Guten Tag, Klein. Ich möchte Claudia Berg sprechen. Frau Berg ist leider nicht da. Kann sie zurückrufen? Ja, bitte. Wie ist Ihre Telefonnummer bitte? 0, 1, 5, 9, 8, 2, 3, 4, 6, 0, 7. Ich wiederhole. 0159 82 34 607. Ja, vielen Dank. Auf Wiederhören, Herr Klein. Auf Wiederhören. Zwei. Guten Tag, Hotel Zentral, Rita Wolf. Was kann ich für Sie tun? Guten Tag, Petra Groß. Ich möchte Frau Müller sprechen. Frau Müller ist leider nicht da. Kann sie zurückrufen? Ja, bitte. Wie ist Ihre Telefonnummer bitte? 0157 831 6924. Ich wiederhole. 0157 8316 924. Ja, das ist richtig. Danke. Auf ഓക്കെ.
കറക്റ്റാ. ആൽഫബറ്റിൻ്റെ പ്രൊനൗൺസിയേഷൻ അല്ലേ? സീബന. ഓക്കെ. Wiederhören. Aufgabe 7a. Buchstabenrap. 1, 2, 1, 2, 3, 4. A, B, A, B, C, D, E, F, G, D, E, F, G, H, I, J, K, L, M, K, L, M. Da, 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 N, O, N, O, P, Q, R, S, T, Q, R, S, T, U, V, W, U, V, W, X, Y, Z, Ä, Ö, Ü. Ä, Ö, Ü. Ä, Ö, Ü. Ä, Ö, Ü. ഓക്കെ. ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ മലയാളത്തിൽ എഴുതാന്നുള്ളത് കുറച്ച് ടാസ്ക്കാണ്. ഇത് ആ, ബേ, സേ, ഡേ, എ, എഫ്, ഗേ ഇങ്ങനെയല്ല എഴുതുന്നത്. ഹ, എ. ഓക്കെ, നിൽക്കട്ടെ, ഒന്നും കൂടെ കേൾക്കാൻ ഞാൻ മലയാളത്തിൽ. Aufgabe 7a. Buchstabenrap. 1, 2, 1, 2, 3, 4. A, B, A, B, C, D, E, F, G, D, E, F, G, H, I, J, K, L, M, K, L, M. Da, 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 N, O, N, O, P, Q, R, S, T, Q, R, S, T, U, V, W, U, V, W, X, Y, Z, Ä, Ö, Ü. Ä, Ö, Ü. Ä, Ö, Ü. Ä, Ö, Ü. ഓക്കെ. A, B, C, D, E, F, G, H, I, J, K, L, M, N, O, P, Q, R, S, T, U, V. വി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഫൗ ആണ്. ഫോക്സ് വാഗൻ എന്ന് പറയില്ലേ, വി ആണ്. ഫൗ, വേ, ഇക്സ്, ഇപ്സിലോൺ, സെഡ്, എ. ഇത് ആ, ഇതിൻ്റെ മുകളിൽ 2 ഉംലൗട്ട് ഇട്ട എ ആവും. ആ വെച്ചിട്ടൊരു വാക്ക്. അതെ, ഇത് അഡ്രസ്സേ, പക്ഷേ എപ്ഫൽ എന്ന് വരും. ഇതില്ലെങ്കിൽ അപ്ഫൽ എന്ന് വന്നേനെ. 2 കുത്തിടുമ്പോൾ എപ്ഫൽ. നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് അതുപോലെ തന്നെ. ഊ, യു, യു, ഊ. ഈ ബുക്ക് സ്റ്റാബ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് അങ്ങനെ തന്നെ പ്രൊനൗൺസ് ചെയ്യണം. നിങ്ങൾക്കത് ഞാൻ പറയുന്നത് ക്ലിയർ അല്ലെങ്കിൽ ആൽഫബറ്റ്സിൻ്റെ പ്രോപ്പർ പ്രൊനൗൺസിയേഷൻസ് ഉള്ള ഒത്തിരി ഓഡിയോസ് ഉണ്ട്. അത് കേട്ട് ഇതെങ്ങനെയാണെന്ന് അത് നല്ലപോലെ സ്ട്രെസ് ചെയ്ത് തന്നെ പറഞ്ഞ് അത് ശീലമാക്കണം. അല്ലെങ്കിൽ B2 അല്ല C1 ലെവല് ജർമ്മൻ പഠിച്ചെത്തിയാൽ പോലും നമുക്കൊരു ലേസൺ ചെയ്യുമ്പോൾ, ഒന്ന് വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുമ്പോഴോ
നമ്മുടെ പ്രൊനൗൺസിയേഷൻ ശരിയാവാത്തപ്പോൾ അതിൻ്റെ ബേസിക് ഇതിൽ നിന്നാണ് വരുന്നത്. അതായത് ഇതിൻ്റെ ഓരോ കറക്റ്റായിട്ടുള്ള സ്ട്രെസ് ചെയ്യുന്ന ആൽഫബറ്റ്സ് സ്ട്രെസ് ചെയ്യുന്നതെന്നാണ് നമുക്ക് പ്രോപ്പറായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുക. A, B, C, D, E, F, G, H, I, J, K, L, M, N, O, P, Q, R, S, T, U, V, W, X, Y, A, U, U, S. This is Sharphasis. This is Topulus. ഇതാണ് ഷാർഫസിസ്. 2 S ഇട്ട അത് ഡോപ്പുലസ്. ഓൾ റൈറ്റ്. ഓക്കെ. Hören Sie das Telefongespräch? Sprechen Sie die E-Mail-Adresse. ഇമെയിൽ അഡ്രസ്സ് എഴുതാൻ. ഓക്കെ, നമ്മൾ ഇമെയിൽ അഡ്രസ്സ് എഴുതുമ്പോൾ ഒരു ഇമെയിൽ അഡ്രസ്സ് എഴുതാം. ഇപ്പോൾ സ്റ്റഡി മിറ്റ് മിയർ @gmail.com. ഈ @ നമ്മൾ അറ്റ് എന്നാണ് പറയുന്നത്, അത് കറക്റ്റാണ്. ഇത് ഡോട്ട് ഉണ്ടല്ലോ, അതിന് പൂങ്ക്റ്റ് എന്നാണ് പറയണേ. പിന്നെ ഇപ്പോൾ ഇവിടെ എന്തായാലും ഇതില്ല, ഇതിന് മൈനസ് എന്നും നമ്മൾ താഴെ എഴുതുന്നതിന് അണ്ടർസ്കോറിനെ ഉണ്ടർ സ്ട്രിഹ് എന്നാണ് പറയുന്നത്. ഉണ്ടർ സ്ട്രിഹ് മീനസും. ഓക്കെ, നമുക്കത് ഇമെയിൽ അഡ്രസ്സ് കേട്ടിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. Aufgabe 7a. Buchstabenrap. 1, 2, 1, 2, 3, 4. E, Q, E, Ö, Ü. ഓക്കെ, നമുക്ക് അടുത്തത് ഇമെയിൽ അഡ്രസ്സ് എഴുതാൻ നോക്കാം. ഈ ബുക്സ്റ്റാബിയറൻ ചെയ്യുന്നത് കേട്ട് അത് എഴുതാന്നുള്ളത് എനിക്ക് Aufgabe 7b. ചലഞ്ചാണ്. Wie ist deine E-Mail-Adresse? Ruben-Gonzales@sweb.net. Wie bitte nochmal? Ruben? Ruben-Gonzales GONZALEZ @esweb.net. Ist das richtig so? Ruben-Gonzales mit Z @sweb.net. Ja, das stimmt. Und wie ist deine E-Mail-Adresse? Maria-1811@inet.com. Bitte nochmal, kannst du sie buchstabieren? Maria-1811@inet.com. Danke. Gut gesagt. Wie bitte? Entschuldigung, noch einmal bitte. Bitte ein bisschen langsamer. Das verstehe ich nicht. Kapitel 1. Guten Tag. ഓക്കെ, ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഒന്നും കൂടെ പറയാമോ? നമ്മളോടൊരു ജർമ്മൻ്റെ ഒരു കാര്യം പറഞ്ഞു, നമുക്കത് മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ പറയാം, ഒന്നുകൂടെ പറയാമോ? വി ബിറ്റ് എന്ന് ചോദിക്കാം. വി ബിറ്റ് എൻഷൂൾഡിഗും നോഹ് ഐൻമാൽ ബിറ്റ്. എൻഷൂൾഡിഗും എന്ന് വെച്ചാൽ എന്താ? എക്സ്ക്യൂസ് മീ. നോഹ് ഐൻമാൽ ബിറ്റ്, ഒന്നുകൂടി പറയാമോ? നോഹ് einmal, once more. Bitte,
പ്ലീസ്. noch einmal bitte എന്ന് വെച്ചാൽ ഒന്നും കൂടി പറയാമോ, എക്സ്ക്യൂസ് മീ ഒന്നും കൂടെ പറയാമോ. Entschuldigung noch einmal bitte. ഇനി അടുത്തത് bitte ein bisschen langsamer please. ein bisschen എന്ന് പറഞ്ഞാൽ കുറച്ച്, little bit slower, കുറച്ച് പതുക്കെ പറയാമോ. Das verstehe ich nicht. I don't understand that. Das verstehe ich nicht. ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വാക്കുകളാണ്. ക്ലാസ്സിൽ മിസ് ഒരു കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്, ഒരു ജർമ്മൻ ഫ്രണ്ട് നമ്മളോട് ഒരു സെൻറ്റൻസ് പറഞ്ഞു, നമുക്ക് മനസ്സിലായില്ല, അപ്പം നമ്മളെന്ത് പറയും, വി ബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ എന്ന് ചോദിക്കില്ലേ, ആ സാധനം. അല്ലെങ്കിൽ നമ്മൾ ടീച്ചേഴ്സിനോടൊക്കെയാണ് പറയുന്നതെങ്കിൽ Entschuldigung noch einmal bitte, എക്സ്ക്യൂസ് മീ ഒന്നും കൂടെ പറയാമോ. ഇനി നമ്മൾ പറയാ ഒന്നുകൂടെ പറഞ്ഞു മനസ്സിലായില്ല, ഒന്ന് പതുക്കെ പറഞ്ഞു തരാമോ, langsamer slower അങ്ങനെ പറയുന്നതാണ്. bitte ein bisschen langsamer, bitte ein bisschen langsamer. എന്നിട്ട് അവർ പറഞ്ഞു നമുക്ക് മനസ്സിലായില്ല, അപ്പം എന്ത് പറയണം, അയ്യോ എനിക്ക് മനസ്സിലായില്ല, das verstehe ich nicht. Varian Sie den Dialog. Wie heißt du Alexis? Wie bitte kannst du das buchstabieren? ഇങ്ങനെ നമ്മൾ ചോദിക്കണേ. അതിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നത് kannst du das? Can you spell that? Can you spell that? Kannst du das buchstabieren? A-L-A-X A-S Alexis അല്ലേ. ഇതിൻ്റെ ആൽഫബറ്റിൻ്റെ പ്രൊനൗൺസിയേഷൻ ഓരോന്ന് എടുത്ത് പറയുമ്പോൾ ഇറ്റ്സ് വെരി ഹാർഡ്. ഐ തിങ്ക് ഐ മേഡ് മിസ്റ്റേക്ക്, ഐ എം നോട്ട് ഷുവർ. Und wie ist deine E-Mail-Adresse? alexis.barbos@quinet.com. Alexis അണ്ടർസ്കോർ എങ്ങനെ പറയണം, unterstrich Alexis unterstrich Barbos at quinet.com. ഓക്കെ ഓക്കെ. ഈ പോർഷൻ ലെൻഡർ, ലാൻഡ് അല്ലെങ്കിൽ കൺട്രി. ലെൻഡർ എന്ന് വെച്ചാൽ ലാൻഡ് അല്ലെങ്കിൽ കൺട്രി. സ്പ്രാഹൻ ലാംഗ്വേജസ്, ഓരോ രാജ്യവും അവിടുത്തെ ഭാഷകളും, അത്രേ ഉള്ളൂ. ലേസൻസ് ദി വൊഹേർ കോമൻ ദി പെർസോണൻ wo wohnen Sie, welche Sprachen sprechen Sie, ergänzen Sie die Tabelle. Lesen Sie, വായിക്കുക. woher kommen die Personen, എവിടെ നിന്നാണ് ഈ ഓരോ ആൾക്കാർ, എത്ര പേരുണ്ട് മൊത്തം, 4 പേര്. ഈ 4 പേര് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. woher kommen die Personen. wo wohnen Sie, അവരെവിടെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. welche Sprachen sprechen Sie, എന്ത് ഭാഷയാണ് അവർ സംസാരിക്കുന്നത്. വിച്ച് ലാംഗ്വേജ് ആർ ദേ സ്പീക്കിംഗ്. വെൽഹെ വിച്ച്. വോ എവിടെ, എർ ഓഹെർ എവിടെ നിന്ന്. ഓക്കെ, W ഫ്രാഗ് ക്വസ്റ്റ്യൻസ് പഠിക്കുക. ergänzen Sie die Tabelle. റോസെ ലേവിസ്, ദിസ് കുട്ടി എന്താ ഇവിടുന്ന് വന്നേക്കുന്നത്. റോസെ ലേവിസ് കോംറ്റ് ഔസ് ദെൻ USA എന്നാണ് വന്നിരിക്കുന്നത്. സി കോംറ്റ് ഇൻ സാൻ ഫ്രാൻസിസ്കോ. സി വോണ്ട് ഇൻ സാൻ ഫ്രാൻസിസ്കോ. സി സ്പ്രിcht
English und Deutsch. Sie lernt Spanish. കുട്ടി യു എസിലാണ് വന്നിരിക്കുന്നത്. അവിടെ സാൻ ഫ്രാൻസിസ്കോയിലാണ് ജീവിക്കുന്നത്. ഇംഗ്ലീഷ് അറിയാം, ഇംഗ്ലീഷ് സംസാരിക്കും, ജർമ്മൻ ഡോയ്ച്ച് സംസാരിക്കും. ഇപ്പോൾ സ്പാനിഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ബോറിസ് വോൾട്ടർ, kommt aus Österreich. ഈ ഓ Österreich. Wohnt in Salzburg. Spricht Deutsch und Englisch. Lernt Arabisch. ഓസ്ട്രിയ എന്നാണ് വന്നത്. ഓസ്ട്രിയ ഓസ്ട്രിയ. ഓസ്ട്രിയ എന്നാണ് വരുന്നത്. സാൽസ്ബർഗിലാണ് ജീവിക്കുന്നത്. ഡോയ്ഷും ഇംഗ്ലീഷും സംസാരിക്കുന്നു. ഇപ്പോൾ അറാബിഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അറാബിഷ്. കറ്റേബ് ബ്രാഹിം, kommt aus അൾജേരിയ എന്നാണ് വരുന്നത്. അതെങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യേണ്ടത് നോക്കട്ടെ. അൾഗേരിയൻ അത്ര ഉള്ളു, രണ്ടാറില്ല. Algerian. He lives in some place called Genf. He speaks Arabisch, Französisch und lernt Deutsch. ഫ്രഞ്ചും അറബിഷും ആണ് സംസാരിക്കുന്നത്. ഫ്രാൻസിയോസിഷ്. ഹോങ്യാങ്, kommt aus China. ചൈനയ്ക്ക് കീന എന്ന് പറയുന്നത്. Sie wohnt in Shanghai. Frau Hong spricht Chinesisch und Deutsch. Chinesisch. We'll double check. China. Chinesisch. Chinesisch. ഹീന എന്ന് വന്നു. Chinesisch und Deutsch. Okay. Okay. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്യണം. ഇറ്റ്സ് വെരി ഈസി. യെറ്റ് വി വിൽ ഫിൽ ഇറ്റ്. ഓക്കെ. റോസ് ലിവ്സ് എന്താണ് ലേൺ ചെയ്യുന്നത്? സ്പാനിഷ്. കറ്റേബ് ബ്രാഹിം ഗോഡ് ഗെൻഫ് എന്നാണ് വോൺ ചെയ്യുന്നത്, സംസാരിക്കുന്നത്. അറാബിഷും ഫ്രാൻസിയോസിഷും ഡോയ്ഷ്. ബോറിസ് വോൾട്ടർ, kommt aus Österreich. Wohnt in Salzburg. Deutsch und English spricht ചെയ്യുന്നു. ലേൺ ചെയ്യുന്നത് അറാബിഷ്. ഹ്യോങ്യാങ് ഹീന എന്നാണ് വരുന്നത്. wohnt in Shanghai. Spricht
ഹീനേസിഷ് ഉണ്ട്. ഡോയിഷ് പഠിക്കുന്നു എന്ന് പറയുന്നില്ല, അപ്പോൾ ഐ തിങ്ക് ദിസ് ഇസ് നോട്ട് റെലവൻറ്റ്. ഓക്കെ. Ergänzen Sie Land oder Sprache. Deutschland, Deutsch. Österreich, Österreich, ഓസ്ട്രേലിയയിലും ഡോയ്ഷ് തന്നെയാണ്. ഓസ്ട്രേലിയയിൽ ഡോയ്ഷ് തന്നെയാണ് സംസാരിക്കുന്നത്, അപ്പോൾ ഇവിടെയും ഡോയ്ഷ് തന്നെ വരും. ഷ്വൈസ്, ഫ്രാൻസിയോസിഷ്, ഇറ്റാലിയനിഷ്, റേറ്ററോമിഷ്, നോക്കാം. എന്തായാലും ഫ്രാൻസോസിഷിൽ സംസാരിക്കുന്ന സ്ഥലം ഫ്രാങ്ക്രൈഹ്. ഗ്രേറ്റ് ബ്രിട്ടനിൽ ഇംഗ്ലീഷല്ലേ, ഇംഗ്ലീഷ്. ഇറ്റാലിയനിഷ്, ഇറ്റാലിയൻ. സ്പാനിയൻ, സ്പാനിഷ്. ഏത് വേണേൽ കട്ട് ചെയ്യാം. ഓക്കെ. ഡോയ്ഷ്, ഇംഗ്ലീഷ് കട്ട് ചെയ്യാം. ഫ്രാങ്ക്രൈഹ്, സ്പാനിഷ്. പോളിഷ്, പോളൻ. ദി ട്യൂർക്കായി, ട്യൂർക്കിഷ്. ട്യൂസിഹ്, റോസ്ലാൻഡ്. ഈജിപ്റ്റൻ, ഈജിപ്റ്റൻ അല്ലേ, ഈജിപ്റ്റൻ. Ägypten. എഗിപ്റ്റൻ, എഗിപ്റ്റൻ, ഇറ്റ്സ് ഈജിപ്റ്റ്. അപ്പോൾ അറാബിഷ്. ജപ്പാൻ, ജാപ്പാനീഷ്. USA, ഇംഗ്ലീഷ്. ചീന, ചീനേസിഷ്. അപ്പോൾ ഇതും ഡോയിഷ് തന്നെ. സ്വിറ്റ്സർലൻഡിലും ഡോയിഷാണ് സംസാരിക്കുന്നത്. ഓക്കെ. Ergänzen Sie Ihr Land und Ihre Sprache. നമ്മുടെ ലാൻഡ് ഇന്ത്യൻ, നമ്മുടെ സ്പ്രാഹെ മലയാളം. Machen Sie eine Kurzliste. ഇമെയിൽ അഡ്രസ്, ടെലിഫോൺ നമ്പർ. സ്പ്രാഹൻ നമ്മൾ പറഞ്ഞു മലയാളം, ലാൻഡ് ഇന്ത്യൻ, പേരാന. ഓക്കെ. ഇവിടെ എന്താ വൊഹേർ കോംസ് ടു. ഓക്കെ, നമ്മളൊരു സ്ഥലത്തിൻ്റെ പേര് പറയുമ്പോൾ ഔസ് എന്ന് പറഞ്ഞിട്ട് വേണം പറയാൻ. അപ്പോൾ നമ്മൾ പറയും ഔസ് ഇന്ത്യൻ, ഇഹ് കൊമ്മെ ഔസ് ഇന്ത്യൻ, അങ്ങനെ. ഇനി ചില രാജ്യങ്ങൾക്ക് ആർട്ടിക്കിളുണ്ട്, നമ്മൾ പറയില്ലേ ദ USA, ദ ഗ്രേറ്റ് ബ്രിട്ടൻ, ദ USA. അപ്പോൾ അങ്ങനത്തെ ചില കൺട്രീസിന് അത് എന്തുകൊണ്ടാണെന്നൊന്നുമില്ല, അത് ഫിക്സ്ഡാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എപ്പോഴും ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്, USA എന്ന് തന്നെ പറയുന്നത്. അപ്പം അങ്ങനെയുള്ളതിൻ്റെ അതും പഠിക്കണം. ദർ ട്യൂർക്കായി ആണ്, ദ ടർക്കിക്ക് ആർട്ടിക്കിളുണ്ട്. ഔസ് ദർ ട്യൂർക്കായി, ഔസ് ദർ ഷ്വൈസ്, സ്വിറ്റ്സർലൻഡിന് ദറാണ്. ഔസ് ദർ ഉക്രൈൻ, ഉക്രൈനും ദറാണ്. USA ദേനാണ്, ഔസ് ദേൻ USA. ബാക്കിയെല്ലാം ദർ. USA ദേനാണ് ആർട്ടിക്കിൾ ഉള്ള ലാൻഡ്. ഓക്കെ.
ദർ ഫിൽം എന്ന് വെച്ചാൽ മൂവി അല്ലെങ്കിൽ വീഡിയോ. Guten Tag, sehen Sie ein? Wie heißen die Personen? Notieren Sie die Namen. I don't want to play any videos. So we'll skip this one. നമ്മൾ ഇത്ര നേരം പഠിച്ചത് തന്നെയാണ്. കൊമ്മനും സ്പ്രിഹ്റ്റ് വോണൻ ലേണൻ ഒക്കെ ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ. ഓക്കെ, ഐ തിങ്ക് ഇതിൻ്റെ ലാസ്റ്റ് പേജാണ്. ഈ ചാപ്റ്ററിൽ അവർ ഗ്രാമറാണോ അല്ല, ഇത് സമ്മറൈസ് ചെയ്തേക്കുക. കുർസ് ആൻഡ് ക്ലാർ. കുർസ് ഷോർട്ട്, und ആൻഡ് ക്ലാർ ക്ലിയർ. ഷോർട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. ബെഗ്രൂസൻ ഗ്രീറ്റിങ്സ് എന്തൊക്കെ പഠിച്ചു. ഹലോ പറയാൻ പഠിച്ചു. ഹലോ നീന, ഹലോ ഗ്രിഗർ, ഹലോ മാത്യു, അങ്ങനെ ഗുഡ് മോർണിംഗ്, ഗുഡ് ഡേ, ഗുറ്റൻ ടാഗ്, ഗുറ്റൻ മോർഗൻ, ഗുറ്റൻ ആബൻഡ്, ഗുറ്റൻ നാcht. ഒരാളെ കാണുമ്പോൾ എങ്ങനെ ഗ്രീറ്റ് ചെയ്യണമെന്ന് പഠിച്ചു. പിന്നെ യാത്ര പറയണതിന് ഫെറാബ്ഷീഡൻ, ച്യൂസ്, ഔഫ് വീഡസെയിൻ, ഗുറ്റൻ നാcht. അങ്ങനെ നമ്മൾ യാത്ര പറയുന്നു. ഇനി ഒരാളോട് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. വി ബിസ്തു, വേർ ബിസ്തു, വി ഹൈസൻ സി, വി ഹൈസ് ദു, വി സ്റ്റിയർ നാമെ. അപ്പം നമ്മൾ എന്ത് മറുപടി പറയണം? ഇ ഹൈസെ ഇത് പറഞ്ഞാൽ മതി. ഒരു എല്ലാ ഇതൊക്കെ സെയിം ആണ്. മൈനാമേസ്റ്റ് ഇതൊക്കെ ഇത് പറഞ്ഞാൽ മതി. ഇ ഹൈസെ പേര് പറയാം. ഇ ഹൈസെ പേര് പറയാം. ഇത് നമ്മൾ ഡബ്ല്യു ഫ്രാഗെ, വേ ഫ്രാഗെ പഠിച്ചു. വോഹേർ, വോ എന്ന് വെച്ചാൽ എവിടെ, വോഹേർ എവിടെ നിന്ന്, വെൽഹെ വിച്ച്, വി ഹൗ, വേർ ഹൂ അല്ലെങ്കിൽ ആര്. വോ വോണൻ സി, വോഹേർ കോമൻ സി, വെൽഹെ സ്പ്രാഹൻ സ്പ്രഹൻ സി, വി സ്റ്റിയറെ നാമെ, വി ist ihre Telefonnummer, wie ist deine Telefonnummer, wie ist ihre E-Mail-Adresse, wie ist deine E-Mail-Adresse, where is this. നമ്മൾ മറുപടി പറയാം. ഇതൊന്ന് റിപ്പീറ്റായിട്ട് കുറച്ച് വട്ടം പറയുമ്പോഴേക്കും നമുക്ക് നോർമലായിട്ട് നമുക്ക് ഫ്ലോ ആയിട്ട് വരും. വി ഗെറ്റ് സീനൻ, താങ്കെ സേ ഗുഡ്, താങ്കെ ഗുഡ്. ഇതിങ്ങനെ താങ്ക് യു അടിപൊളിയാണ് എന്ന് പറയുമ്പോൾ സേർ ഗുഡ്, കുഴപ്പമില്ല, താങ്കെ ഗുഡ്, അങ്ങനെ ജീവിച്ചു പോകുന്നു എന്നുള്ളത് എസ് ഗേറ്റ്. und ihnen അല്ലെങ്കിൽ und du താങ്കളോ, വി ഗേറ്റ് എസ് ഡിയർ. ഇത് ഫോർമലായിട്ട് നമ്മൾ ടീച്ചേഴ്സ്, ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ, നമ്മുടെ വർക്ക് കൊളീഗ്സ്, അങ്ങനെ ഫോർമലായിട്ട് നമ്മൾ പറയുന്നതാണ് ഈനൻ. ഫ്രണ്ടിൻ്റെ അടുത്ത് ദു ഫോം, വി ഗേറ്റ് എസ് ദിയർ, താങ്ക് സേർ ഗുഡ്. തിരിച്ച് ഫ്രണ്ടിനോട് എങ്ങനെ ചോദിക്കും? und dear, wie geht es dir? Mir geht es gut. Und dir? Wie geht es Ihnen? Mir geht es gut. Und Ihnen? Okay. ചാപ്റ്ററിൽ പഠിച്ച ഗ്രാമർ വേഫ്രാഗെ, വെർ, വി, വോഹേർ, വോ, വെൽഹെ, ich bin, ich heiße, okay, ich bin, du bist, sie, es ist. ഓൾ റൈറ്റ്. ഗ്രാമർ ഇത് ജസ്റ്റ് റിവൈസ് ചെയ്യാം. ഐ, ഇഹ്, യു, ഐ, ഇഹ്, യു, ദു, സി, എസ്, അവൻ, അവൾ, അത്, ഹി, ഷീ, ഇറ്റ്, വിയർ, നമ്മൾ, ഇയർ, നിങ്ങൾ, സി, സി ഈ വലിയ ക്യാപിറ്റൽ ലെറ്റർ സി ഫോർമലായിട്ട് താങ്കൾ, അങ്ങനെ ചെറിയ സി ദേ അവർ എന്ന് പറയാം. ഇനി ഐ ആം, ഇഹ്,
bin. You are. Du bist. RCS ist. അതായത് he is, she is, it is അങ്ങനെ. Wir sind. Ihr seid. Sie sind, sie sind. I am. Ich bin. You are. Du bist. He is അല്ലെങ്കിൽ she is അല്ലെങ്കിൽ it is. ഇനി we are. Wir sind. You are. Ihr seid. ഇയറിൻ്റെ കൂടെ സൈഡ്. Sie sind, sie sind. They are അല്ലെങ്കിൽ യു ആർ എന്ന് തന്നെ, പക്ഷെ നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് യു. ഇനി ഇവരിനകത്ത് കൊടുത്തേക്കുന്നത് 3 വെർബ്, പ്രവൃത്തി അല്ലെങ്കിൽ ക്രിയ, അങ്ങനെ എന്തോ അല്ല പറയണേ, പ്രവൃത്തി, വെർബ്. ഹൈസൻ ആദ്യത്തേത്. ഹൈസൻ എന്ന് വെച്ചാൽ ടു ബി കോൾഡ്, വിളിക്കപ്പെടുന്നു. കൊമ്മൻ, ടു കം. സ്പ്രെഹൻ, ടു സ്പീക്ക്, സംസാരിക്കുക, ടു സ്പീക്ക്. സ്പ്രെഹൻ, ടു കം. കൊമ്മൻ, ടു ബി കോൾഡ്. ഹൈസൻ. അപ്പോൾ ഈ പറയുന്ന വെർബുകൾ അല്ലെങ്കിൽ ഏത് വെർബാണെങ്കിലും അത് ഓരോന്നിൻ്റെ കൂടെയും എഴുതുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് അതിനെ കോഞ്ചുഗേറ്റ് ചെയ്ത് വേണം എഴുതാൻ. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ ഗ്രാമർ പഠിക്കണം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇഹിൻ്റെ കൂടെ ഹൈസൻ എന്നുള്ള വാക്ക് എഴുതുമ്പോൾ ഇഹ്, ഹൈസ്, ഇതാണ് മെയിൻ സാധനം, ഇതാണ് ഇതിൻ്റെ സ്റ്റെം, ഇതല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻ പാർട്ട്. അത് അങ്ങനെ തന്നെ മാറ്റി എഴുതാതെ ലാസ്റ്റ് വന്ന ഈ എൻ ഉണ്ടല്ലോ, ഈ എൻ അത് മാറ്റി ഈ ഹൈസെ. അടുത്തത് ദു, ഹൈസ്, അത്രയും നമ്മൾ കറക്റ്റ് അങ്ങനെ തന്നെ എഴുതുന്നു. അത് കഴിഞ്ഞ് ദു ഹൈസ്റ്റ്. ഇനി RCS ആണെങ്കിലോ RCS, ഹൈസ്, അതേ തന്നെ, ഹൈസ്റ്റ്. വിയർ, ഹൈസൻ. ആ എൻഡിങ് സെയിം. വെർബ് ഹൈസനാണ്, വിയറിൻ്റെ കൂടെ ഫുള്ള് അങ്ങനെ തന്നെ നമ്മൾ എഴുതുക. അതുപോലെ തന്നെ സി ഫോം. ഇയർ, ഹൈസ്റ്റ്. സി ഹൈസൻ. ഓക്കെ, ഇത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തന്നതാണ്. ഇങ്ങനെയല്ല, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വെർബിനെ എങ്ങനെ അതിൻ്റെ പേഴ്സണൽ പ്രൊണോമൻ വെച്ച് കോഞ്ചുഗേറ്റ് ചെയ്യാന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ഈ കൊമ്മൻ, സ്പ്രെഹൻ, ഹൈസൻ അവിടെ നിൽക്കട്ടെ, വോണൻ, ഇങ്ങനത്തെ വാക്കുകളുടെ എൻഡിങ്ങിൽ വരുന്ന ഈ എൻ അതാണ് നമ്മൾ മാറ്റുന്നത്. ഇത് സ്റ്റെമ്മാണ്, ഈ സ്റ്റെമ്മ് മാറുന്നില്ല. ഇത് നമ്മൾ അങ്ങനെ എഴുതും. കൊമ്മനാണെങ്കിൽ കണ്ടോ, കൊമ്മേ, കൊംസ്റ്റ്, കൊംറ്റ്, കൊമ്മൻ. വിയറിനാണ് കൊമ്മൻ, ഇയറാണെങ്കിൽ കൊംറ്റ്, സി കൊമ്മൻ, ഇങ്ങനെ വന്നേനെ. Ich komme,
Du kommst, sie es kommt, wir kommen, ihr kommt, sie kommen. അതുപോലെ തന്നെ സ്പ്രെഹൻ ആണെങ്കിലോ ഇഹ് സ്പ്രെഹെ. ഇപ്പോൾ പഠിക്കേണ്ടത് സ്റ്റെം എന്താ, ആ വാക്ക് ജർമ്മനിൽ എന്താണെന്ന് പഠിക്കണം. എന്നിട്ട് അതിൻ്റെ എൻഡിങ് എങ്ങനെ മാറുന്നതെന്ന് പഠിക്കണം. ഇ എസ് ടി ടി ഇ എൻ ഇ ടി ഇ എൻ പൊതുവെ ഇങ്ങനെയാണ് വരാറ്. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് റൂള്. പക്ഷെ ജർമ്മനിൽ എന്ത് റൂളിനും ഒത്തിരി റൂള് ഫോളോ ചെയ്യാത്ത എക്സെപ്ഷണൽ കേസുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, ആ വെർബിൻ്റെ കൂടെ ഓൾറെഡി ഒരു എസ് ഫോം ഉണ്ടെങ്കിൽ, ഇത് എസ് ആണല്ലോ, ഷാർഫ് എസ് എസ് അല്ലെ ഡോപ്പിലെസ്, ഇങ്ങനത്തെ ഫോം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എസ് റിപ്പീറ്റ് ചെയ്യില്ല. 2-3 പ്രാവശ്യം വന്നിട്ടില്ല, ഒറ്റ വട്ടം ഇടുള്ളൂ. പിന്നെ ഇത് കണ്ടോ, ഇത് ദു ഫോമിൽ ഈ എന്നുള്ളത് RCSലേക്ക് വന്നപ്പോൾ, അല്ല ഇഹ് ഫോമിലെ ഈ ദു ഫോമിലേക്ക് വന്നപ്പോൾ ഐ ആക്കി മാറ്റി. അതുപോലെ സ്റ്റെമ്മിലും മാറ്റം വരുന്ന ചില കേസസും ഉണ്ട്. റെഗുലർ വെർബും ഇറഗുലർ വെർബും. റെഗുലർ വെർബ് ഞാൻ ഈ എഴുതിയേക്കുന്ന റൂൾസ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ, സ്റ്റെമ്മിൽ മാറ്റമില്ലാതെ എൻഡിങ് ഇങ്ങനെ തന്നെ എഴുതുന്നത്. അതിൽ മാറ്റം വരുന്ന ആൾക്കാരാണ് ഇറഗുലർ. ഇതൊരു ഇറഗുലർ വെർബിൻ്റെ എക്സാമ്പിളാണ് ഇത്. അതുപോലെ വെർബും റെഗുലർ വെർബും ഇറഗുലർ വെർബും ബൈ ഹാർട്ട് തന്നെ കുറേ പഠിക്കണം. അപ്പോൾ നമുക്ക് അതുപോലെ സിമിലർ ആയിട്ടുള്ള വാക്കുകൾ വരുമ്പോൾ ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും. ജർമ്മൻ ഗ്രാമറിൽ വരുന്നതാണ്. ടെക്സ്റ്റ് ബുക്ക് നമ്മൾ സോൾവ് ചെയ്യുന്നത് കൊണ്ടാണ് അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകാത്തത്. ഓക്കേ.